അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പശുവിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ ആദ്യമായിട്ട് ചാനലിൽ വീഡിയോസ് പശുവിൻ്റെ ഇട്ട് തുടങ്ങിയത് ഇവളുടെ വെച്ചിട്ടാണ്. അന്ന് നമ്മൾ ഇവിടെ പ്രസവിക്കുന്ന വീഡിയോ ആണ് ഇട്ടിരുന്നത്. അത് ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു. ഇപ്പം ഇത് വന്നിട്ട് മൂന്നാമത്തെ ഡെലിവറിയാണ്. മൂന്നാമത്തെ ഡെലിവറിയിലാണ് നമുക്ക് പശുക്കുട്ടിയെ കിട്ടിയത്. സത്യം പറഞ്ഞാൽ മറ്റേത് രണ്ട് പേരെയും നമ്മൾ സാധാരണ പശു പ്രസവിച്ച് കഴിഞ്ഞാൽ അടുത്ത് കെട്ടുമല്ലോ. അടുത്ത് കെട്ടി ഒരു ക്രാവ്, ആദ്യത്തെ ക്രാവ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ആദ്യത്തെ ക്രാവ് ഏകദേശം ഒരു 10 ദിവസം ആയപ്പോഴത്തേക്ക് ചത്തുപോയി. അതുപോലെ രണ്ടാമത്തെ ക്രാവ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് തന്നെ ചത്തുപോയത് മറ്റൊന്നും കൊണ്ടല്ല, മറ്റു അസുഖങ്ങളൊന്നും വന്നിട്ടല്ല. ഇവൾക്ക് ഇച്ചിരി കാലുകൊണ്ട് എറിയുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ കാലുകൊണ്ട് എറിഞ്ഞ് ഇവള് തന്നെ കൊന്നതാണ്. അപ്പോൾ ഇവളെ നമ്മൾ ഇപ്പോൾ ജനിച്ച പശുക്രാവിനെ നമ്മൾ ഇച്ചിരി മാറ്റിയിട്ടേക്കാണ്. കാരണം ഇനിയും നമ്മൾ ഒരു ക്രാവിനെ അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊലക്കി കൊടുക്കുന്നത് നല്ലതല്ലെന്ന് എന്ന് വെച്ച് നമ്മൾ മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ ഇവളുടെ കുട്ടിയെ കാണാം. അപ്പോൾ ഇവളാണ് നമുക്കിപ്പോൾ ജനിച്ചിരിക്കുന്ന പശുക്കുട്ടി. നെറ്റിക്ക് ഒരു പുള്ളിയൊക്കെ ഉണ്ട്, മൂക്കൊക്കെ വെള്ള കളറിലാണ് ഇരിക്കുന്നത്. പശുക്കുട്ടിയാണ്. നമ്മൾ കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കി റബ്ബർ മാറ്റയിൽ കിടത്തിയേക്കാണ്. ചാക്കിൻ്റെ പുറത്തായിരുന്നു. ചാക്കിൻ്റെ പുറത്തു നിന്നൊക്കെ ഇറങ്ങി പുള്ളിക്കാരി റബ്ബർ മാറ്റിലോട്ട് മാറി കിടന്ന് അമ്മ എടുക്കലോട്ട് പോകാനുള്ള തിടുക്കത്തിലാണ്. അമ്മ പക്ഷേ ഇവക്ക് കുഞ്ഞുങ്ങളോട് വലിയ സ്നേഹമൊന്നുമില്ല. കണ്ടില്ലേ, അവളുടെ മുഖം കണ്ടെത്തുന്നൊരു ഗുണ്ട ലുക്കാണ്. കണ്ടില്ലേ, ഇപ്പോൾ മാച്ച് ഇതുവരെ പോയിട്ടില്ല. മാച്ചിൻ്റെ വള്ളി കിടക്കുന്നതേ ഉള്ളൂ. അകിടൊന്നും നീര് വെക്കാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പം ഇവള് മൂന്നാമത്തെ ഡെലിവറിയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇതൊരു സെയിൽ വീഡിയോ ഒന്നുമല്ല. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മുടെ പശുക്കളൊക്കെ പ്രസവിക്കുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടുന്നതാണ്. അങ്ങനൊരു വീഡിയോ ആണിത്. അല്ലാതെ നമ്മളിതൊരു സെയിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതല്ല. ഇല്ല, പണ്ട് ഇവളുടെ കാത് നമ്മൾ ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് കാത് കുത്തിയപ്പോൾ ഈ കിടാക്കുഞ്ഞുങ്ങളെല്ലാം ചവിട്ടി കൊല്ലുന്നത് പോലെ തന്നെ ഇവളുടെ കാതിൽ വിട്ട് ആ കമ്മൽ വലിച്ച് കീറിക്കളഞ്ഞു. അതിൻ്റെയാണ് ഈ കാണുന്ന കീറിയ പാട്. നന്നായിട്ട് കാണാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണ് ഈ കീറിയ പാട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ചെവിയിൽ നമ്മൾ കമ്മലിട്ടത്. നമ്മുടെ ബാക്കി 3 പശുക്കളൊക്കെ അതാണ് ഇവിടെ നിൽപ്പുണ്ട് എല്ലാവരും. നമ്മുടെ കിടാക്കുഞ്ഞ് കണ്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഇവർക്ക് പാൽ കൊടുക്കാൻ പോവാണ്. അച്ഛനിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ കൊണ്ട് പാൽ കുടിപ്പിക്കും. കാരണം നമ്മളെ ഒന്നും ഇവളെ അടുപ്പിക്കത്തില്ല അങ്ങനെ അധികം. പ്രസവം എടുക്കാനൊക്കെ ചെല്ലാം, പക്ഷേ പാൽ കുടിപ്പിക്കാനൊന്നും നമ്മൾ സമ്മതിപ്പിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ക്ലാക്കുഞ്ഞിനെയും പശുവിനെയും ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം ബെല്ലേക്കും കൂടി അമർത്തി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ ബൈ.